ബെനല്ല ബാട്ടു. അവർ ലിഫ്റ്റ് തരുമ്പോൾ സ്റ്റേഴ്സ് ഇറങ്ങിയാണ് ഞങ്ങൾക്ക് ഹലോ ഗൈസ്, അപ്പം നമ്മുടെ അവേഷ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാട്ടു കേവിലോട്ടുള്ള യാത്രയാണ് ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മുടെ ലങ്കാവി ട്രിപ്പ് അതിമനോഹരമായിട്ട് അവസാനിപ്പിച്ച് നമ്മൾ പെനാങ്കി പോയി അവിടുത്തെ അടിപൊളി എക്സ്പീരിയൻസ് ബീച്ച് വൈബൊക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗിൽ നമ്മൾ കോലാലംപൂർ സിറ്റിയിലെത്തി. റൂമിൽ ചെന്ന് ഏകദേശം ഫ്രഷായി അവിടെ തന്നെ ഒരു ലോബിയിൽ നമ്മൾ ലഗേജൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ മാറി ഫ്രഷപ്പായിട്ട് രാവിലത്തെ മെട്രോ തന്നെ പിടിച്ച് പ്രത്യേകിച്ച് തിരക്കൊന്നും കൂടാത്ത രീതിയിൽ ബാട്ടു കേവ് കണ്ടു വരാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ രാവിലത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തത്. കോലാലംപൂർ ചെന്നിട്ടുള്ള നമ്മുടെ ഡേ 1 ആണിത് ഈ വ്ളോഗിൽ. ആൻഡ് സിൻസ് നമ്മൾ പോകാൻ പോകുന്നത് ഒരു കൈൻഡ് ഓഫ് പിൽഗ്രിമേജ് സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ട്രഡീഷണൽ ലുക്ക് ആയിക്കോട്ടെ എന്ന് കരുതി സ്കേർട്ടും ടോപ്പും ഒക്കെ ഇട്ട് ഒരു സെമി ട്രഡീഷണൽ ലുക്കിൽ അങ്ങനെ പോകാനുള്ള സ്റ്റൈലിങ്ങിൽ ഇറങ്ങിയതാണ്. നമ്മൾ മെട്രോയിൽ ഡയറക്റ്റ് മെട്രോ നമുക്ക് ബാട്ടു കേവിൻ്റെ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ബാട്ടു കേവ് എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഒന്ന് ക്രോസ് ചെയ്ത് ട്രെയിൻ മാറി കയറിയാൽ മാത്രമേ നമുക്ക് ഈ ഡെസ്റ്റിനേഷനിലോട്ടിട്ട് ഡയറക്റ്റ്ലി എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ ഇറങ്ങി ചെല്ലുന്നതോടെ അവിടെ തന്നെയാണ് ആ ട്രെയിൻ ഉള്ളത്. ട്രെയിൻ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫസ്റ്റ് നമ്മൾ ആ ഗേറ്റ് കടന്ന് ചെല്ലുന്നത് ഒരു എൻട്രൻസ് കേവിലാണ്. ആ കേവിൻ്റെ പേര് രാമായണ കേവ് എന്നാണ് പറയുന്നത്. ഒരു എൻട്രൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹനുമാൻ്റെ സൂപ്പർ ഹീറോ ഓഫ് ഇന്ത്യൻ എപ്പിക്സ് ഹനുമാൻ്റെ ആ ഒരു പർട്ടിക്കുലർ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലാണ്. അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമുക്ക് രാമായണ കേവിൻ്റെ അകത്തോട്ട് പോകാം. ഇഷ്ടംപോലെ പ്രാവുകളൊക്കെ അവിടെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നടന്നു കയറി അകത്തോട്ട് ഇങ്ങനെ പോയപ്പോഴേക്കും അവിടെ ആവശ്യത്തിലധികം തിരക്കും പിന്നെ അതിനുപരി കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടിക്കറ്റ് കൗണ്ടർ ആയിരുന്നു. അത്ര വർത്തിനെസ് ഞങ്ങൾ ആ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ അകത്ത് കയറി കണ്ടിറങ്ങുന്നതിലില്ലാന്ന് തോന്നി. കാരണം ഞാൻ മനസ്സിലാക്കിയത് പല വ്ളോഗിലും അതുപോലെ തന്നെ പല വീഡിയോസിലും അതിനകത്ത് കയറുന്നത് കൊണ്ട് തന്നെ രാമായണ കഥയുടെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ വരുന്ന രീതിയിൽ ഓഫ് ഒരു ആർട്ടിസ്റ്റിക് സ്കൾപ്ചേഴ്സൊക്കെ അവർ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നാണ്. കഥയൊക്കെ എങ്ങും പാട്ടായതുകൊണ്ട് നമ്മൾ കേവിൽ കയറി കഥ കാണാൻ നിന്നില്ല. നമ്മൾ പതിയെ ഫ്രണ്ടോട്ട് നടന്നു. അവിടെ തന്നെ ഇഷ്ടം പോലെ കുറേ ടെമ്പിൾസ് സൈഡിൽ മെയിനായിട്ടുണ്ട്. ഞങ്ങൾ നടന്ന് അവിടെ എന്തൊക്കെ ടെമ്പിൾസ് ഉണ്ട്, എന്തൊക്കെ കൈൻഡ് ഓഫ് ആംബിയൻസ് ആണ് ചുറ്റും ഉള്ളത് എന്ന രീതിയിൽ ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് കുറച്ചധികം നടന്നു. ഈ നടക്കുമ്പോൾ തന്നെ ഞാൻ ഈ നോക്കുന്നത് എത്തി നോക്കുന്നത് മൃഗൻ്റെ സ്റ്റാച്ചു എന്ത് എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. പക്ഷെ നടന്ന് പിന്നെ നമ്മളൊരു ഈഗിൾ കേവ് മാതിരി ഉള്ളൊരു വേറൊരു ആംബിയൻസ് ിട്ട് പോയി. ആ സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് അവിടെ കുറേ പീകോക്സ് ഉണ്ട്, കുറേ ബേർഡ്സ് ഉണ്ട്. അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ അവരെ ഇങ്ങനെ വളർത്തുന്ന ഒരു സെറ്റപ്പാണ് നേരത്തെ കണ്ടത്. റൈറ്റ് സൈഡിലത്തെ ആ ഗ്രില്ലൊക്കെ ഇട്ട സ്ഥലം. പിന്നെ ഇതും ഒരു ടെമ്പിളിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ നമുക്ക് കാണാം അവിടെ ഒരു ഈഗിളിൻ്റെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഈഗിളും ആവശ്യത്തിലധികം വലിപ്പവും ഒക്കെ ഉണ്ട്. കണ്ടു ദൂരത്തുനിന്ന് നമുക്ക് ആ ഒരു മുരുകൻ്റെ ഒരു സ്കൾപ്ചറുള്ള സ്റ്റാച്ചു കാണാൻ പറ്റും. പിന്നെ ഭയങ്കര ഭംഗിയാണ് ഈ സൈഡിലത്തെ ഈ ഒരു വാട്ടർ പൂൾ ഏരിയ. നല്ല രസമാണത് കാണാനൊക്കെ. അങ്ങനെ മുന്നോട്ട് നടന്ന് ഞങ്ങൾ പോയപ്പോൾ തന്നെ ഏകദേശം ഭയങ്കര വെയിലും ഭയങ്കര ചൂടും ഭയങ്കര ഒരു ഹോട്ട് എൻവയോൺമെൻ്റ് ആയിരുന്നു. നടന്ന് പോകുമ്പോൾ തന്നെ മനസ്സിലായി ഏകദേശം നല്ല തിരക്കേറിയ ഒരു ദിവസമാണെന്ന് മനസ്സിലായി.
പ്രാവുകളുടെ ഇടയിലൊക്കെ ഞാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു, റീലെടുത്ത് തരാമോ അനുജ എന്ന് ചോദിച്ച്. ബട്ട് അതിൻ്റെ ആ ഒരു ബ്യൂട്ടീനെസ് മൊത്തത്തിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പപ്പൂസ് ഇങ്ങനെ ഒരു കണക്കായിരുന്നു. അങ്ങനെ നമ്മൾ പല റീൽസിലും വീഡിയോസിലും മലേഷ്യയിലെ ഏറ്റവും എപ്പിക് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്, ഒരു ലാൻഡിങ് സ്പോട്ടാണ് ബാട്ടു കേവ് എന്ന് പറയുന്നത്. അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ലൈം സ്റ്റോൺ ഒരു പെക്യുലർ രീതിയിലാണ് ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഇരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഏകദേശം ഞാൻ കേട്ടിട്ടുള്ള ഒരു 78 അമേരിക്കൻ നാച്ചുറലിസ്റ്റൊക്കെ ഇവിടെ ഇത് കാണാൻ വേണ്ടി മാത്രം, ഈ കേവ് കാണാൻ വേണ്ടി മാത്രം ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ്. നമുക്ക് ഏകദേശം ഈ ഒരു കേവിൽ ഒരു ഹൈലൈറ്റിംഗ് ഫാക്ട്സ് എന്താന്ന് പറയുന്നത്, ഈ മുരുകൻ്റെ ഒരു ആ ഒരു പെർട്ടിക്കുലർ പ്രതിമ, ഒരു സ്റ്റാച്ചു എന്ന് പറയുന്നത് ഒരു 140 ഫീറ്റോളം ഉയരമുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ മുരുകൻ്റെ ആ ഒരു സ്റ്റാച്ചുവിന്. ആൻഡ് ഇവിടെ എല്ലാവരും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ. ഇതൊരു അമ്പലമാണ് ബേസിക്കലി. അപ്പോൾ ഒരു ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ഈ ഒരു എപ്പിക്കായിട്ടുള്ള ഒരു അമ്പലം വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട്. ആൻഡ് ഇവിടുത്തെ പടികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു റെയിൻബോ രീതിയിലാണ് അതിൻ്റെ പടികൾ കളേർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ സ്റ്റെപ്സ് എല്ലാം കൂടെ തന്നെ 272 സ്റ്റെപ്സ് ആണുള്ളത്. അത്രയും ക്ലൈംബ് ചെയ്ത് തന്നെ വേണം നന്നായിട്ട് മേലത്തെ വശത്ത് നമുക്ക് എത്താൻ. അങ്ങനെ ഫാൻസി ഡ്രസ്സൊന്നും നമുക്കങ്ങനെ ഇട്ടുകൊണ്ട് കയറാൻ പറ്റത്തൊന്നുമില്ല. സ്ലീവ്ലെസ് പാടില്ല, ഷോർട്ട് ഡ്രസ്സ് പാടത്തില്ല, അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ താഴെ ഇരിക്കുന്ന ചേച്ചിമാർ അതിനനുസരിച്ച് ഫൈനും വേറെ ഡ്രസ്സും വാങ്ങിപ്പിച്ച് ഇടിയിപ്പിച്ചിട്ട് നമ്മൾ അകത്തോട്ട് കയറ്റുകയുള്ളൂ. 272 സ്റ്റെപ്സും ഒറ്റയടിക്ക് കയറിയ ക്ഷീണിച്ച് ഇരിക്കുന്ന എന്നെയാണ് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടത്. ബട്ട് ദിസ് ഇസ് ലൈക്ക് വൺ ഓഫ് ദ മെസ്മറൈസിങ് മിറാക്കിൾ സ്പോട്ട് ഇൻ മലേഷ്യ. കാരണം ആ ഒരു കേവിൻ്റെ ആ ഒരു അകത്തെ സ്ട്രക്ചറും അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ഒരു ടെമ്പിൾ അവർ ഫോം അപ്പ് ചെയ്ത് അവിടെ ഒരു കൾച്ചറൽ ഒരു ഹെറിറ്റേജ് ഫോം അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് റിമാർക്കബിളാണ്. നമ്മൾ അകത്ത് കയറി കഴിയുമ്പോഴും നമുക്ക് പിന്നെയും മുന്നോട്ട് നടന്ന് കാണാനുള്ള ഒരു ടെമ്പിൾ സ്ട്രക്ചറും കേവിൻ്റെ ഓരോരോ പാർട്ടും നമുക്കിങ്ങനെ ഒബ്സർവ് ചെയ്ത് നടന്ന് കാണാനുള്ള ബന്ധുവിനകത്ത്. ഇറ്റ് ഈസ് വെരി വർത്തി. ഫ്രീ ഓഫ് എൻട്രി അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ ടൂറിസ്റ്റ് ഹൈലൈറ്റ്സിൻ്റെ നിന്ന് ഇത് എടുത്തു നിൽക്കുന്നത് ഈ സ്പോട്ട് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ അത്രയും ആൾക്കാർ ഇവിടെ വന്നു ചേരുന്നു. നോട്ട് ടു സീ ദിസ് മാർവലസ് ഹിസ്റ്റോറിക്കൽ ടെമ്പിൾ കേവ്. ആൻഡ് ഇതൊരു ലാർജസ്റ്റ് ടെമ്പിൾ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും, പക്ഷേ ഏറ്റവും ഉയരം കൂടിയ മുരുകൻ്റെ സ്റ്റാച്ചുള്ളൊരു ടെമ്പിൾ എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ അത് ഇവിടെ തന്നെയാണ്. ഈ ബാട്ടു കേവ് എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് അതിനെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ടോപ്പ് എൻട്രൻസ് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്ന വലിയ കേവ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് കേവ് ആണ്. ആൻഡ് കാത്തഡ്രൽ കേവ് അല്ലെങ്കിൽ ഒരു ടെമ്പിൾ കേവ് എന്നൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാറുണ്ട്. ആൻഡ് പല ടെമ്പിൾസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ കേവിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോമിനൻസ് ഉള്ളത്. ആൻഡ് ഇതിൻ്റെ അകത്ത് തന്നെ പല ലോവർ കേവ്സ് ഉണ്ട്. ആൻഡ് അതന്നെ ഡാർക്ക് കേവ്സ് എന്നൊക്കെ പറയും. അങ്ങോട്ടൊന്നും ചില സ്ഥലത്ത് എൻട്രി ഇല്ല, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ബട്ട് ദെൻ ടെമ്പിൾസ് നമുക്ക് എവിടേക്കാണ് എവിടെയെങ്കിലും കാണാൻ പറ്റുന്നത് അത് നമുക്ക് നല്ല രീതിയിൽ കണ്ടുവരാണ്. ആൻഡ് ഞങ്ങൾ ചെല്ലുന്ന ഒരു സമയത്ത് മഴയൊന്നുമില്ല, നല്ല വെയിലായിരുന്നു. ബട്ട് ദെൻ ഈ മഴ പെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഈർപ്പം ഈ അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും ചൂടത്തുനിന്ന് വേർത്ത് വെച്ച് നാട്ടിൽ കയറി കഴിയുമ്പോൾ നമുക്ക് ചൂടുണ്ടാവില്ല, പകരം ഒരു കൂളിംഗ് എഫക്റ്റിൽ നമുക്ക് അകത്ത് ഇങ്ങനെ നടന്ന് കാണാം, അമ്പലം മൊത്തം കാണാം, പ്രതിഷ്ഠകൾ വരാം, പൂജ കാണാം. എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ 272 സ്റ്റെപ്പും ഇവിടുത്തെ പൂജാരിമാർ ദിവസവും കയറേണ്ടതാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ലാണ്ട് അങ്ങനെ കയറുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഓഫ് കോലാലംപൂർ ബാട്ടു കേവും കണ്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി.
നേരത്തെ പറഞ്ഞ റീല് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഓട്ടമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എനിവേ ടയർഡ്നെസ്സും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ അവിടെ നിന്ന് ഇവിടെ പറഞ്ഞു.